ഞാനിന്ന് ഒരു അടിപൊളി ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ടീമിനെ. കോട്ടയത്തും കൊച്ചിയിലൊക്കെ ഓഫീസുള്ള ടെക്നോ ഫീച്ചർ എന്നാണ് ആ കമ്പനിയുടെ പേര്. അവിടെ ഇൻസ്റ്റഗ്രാം പേജ് പോയി നോക്കി കഴിഞ്ഞാൽ അവരുടെ ചെയ്ത എല്ലാ വർക്കുകളും നമുക്ക് കാണാൻ പറ്റും. അവരെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം അമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അവർ ഈ നിയറസ്റ്റ് ആയിട്ട് ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്ത 3 പ്രൊജക്റ്റാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 8:30 മണിക്ക് ഫസ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂർ ഷൂട്ട് ഉണ്ടാവും. ഒരു 11 മണിയാകുമ്പോൾ അടുത്ത വീട്, ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരത്തിൽ അടുത്ത വീടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 1 അവർ യാത്ര ചെയ്താൽ അടുത്ത വീടുണ്ട്. അപ്പോൾ ഒരു ടീമിൻ്റെ തന്നെ 3 പ്രൊജക്റ്റ് ഒരേ ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ടീം പെർഫെക്റ്റ് ആണെന്ന് തെളിയിക്കാൻ മറ്റൊരു സംഗതിയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടീമാണ് ടെക്നോ ഫീച്ചർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഷോർ എന്ന് പറഞ്ഞ ആളുടെ വീട് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് 12 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുത്തൊരു വീടാണ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് ക്ലയൻറ്റ് ഒരുപാട് ഭാഗങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലയൻറ്റിൻ്റെ ഒരു ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഒരുപാട് കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുക്കുന്നതിന് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. നല്ല നല്ല വീടുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടയത്താണെന്നുള്ളത് 12 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിൽ കോമ്പൗണ്ട് വാൾ കൂടുതൽ വെറൈറ്റീസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു വളരെ സിമ്പിളായിട്ടുള്ള നോർമലായിട്ടുള്ള കോമ്പൗണ്ട് വാളാണ്. സാധാരണ നമ്മുടെ ഒരു വെട്ടുകല്ലുകൊണ്ടോ അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്ക് കൊണ്ട് പടുത്ത് പ്ലാസ്റ്റർ ചെയ്ത് ചെറിയൊരു ബോർഡറും ഒരു ഇൻഡസ്ട്രിയലിൻ്റെ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ആണെങ്കിലും 2 പോർഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു സ്ലൈഡിങ് പാർട്ടാണ്, ഇൻഡസ്ട്രിയലിൻ്റെ ഗേറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു ഓപ്പണബിൾ ഗേറ്റാണ്. ഇത് ഏകദേശം 120 ഇതിൻ്റെ വിടുത്തുള്ളത്. ഏകദേശം 1.5 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെച്ചാൽ നമ്മൾ CNC കട്ടിംഗ് ആണ്, മെറ്റൽ ബോർഡിൽ. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു മരത്തിൻ്റെ കുറച്ച് ഇലകളൊക്കെ ഉള്ള രൂപത്തിൽ CNC കട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ജസ്റ്റ് ഗേറ്റ്, ഇത് ഓപ്പണിംഗ് ആണ്. ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 12 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം എന്നുണ്ടാവും, മുറ്റത്തുണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വിശാലമായ ഒരു പോർച്ചാണ്. പോർച്ചിൻ്റെ സൈസ് ഇങ്ങനെ ഏകദേശം ഒരു 5 മീറ്റർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 6 മീറ്റർ വരുന്നുണ്ട്. 2 ബൈക്കിൾ കൃത്യമായിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലാഡിങ് സ്റ്റോൺ. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല ഫീല് കിട്ടുന്ന ഒരു നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇൻട്രോ എടുത്തിട്ടുള്ളത്. നമുക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇവരുടെ കിച്ചണാണ്. ആ കിച്ചൺ ഹൈഡ് ചെയ്യാൻ കൂടി ഈ മെറ്റീരിയൽ അവർക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നല്ല രീതിയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 12 സെൻറ്റിൻ്റെ ഫീല് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരണം. ഒരു ഏകദേശം ഒരു 4-4.5 മീറ്റർ കംപ്ലീറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെങ്ത്തിൽ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ എന്തുണ്ട് സ്ഥലം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എലിവേഷനെ കുറിച്ച് സംസാരിക്കാനുള്ളത്, നമുക്ക് ഒരു കേരള സ്റ്റൈൽ വീട് എന്ന് പറയാൻ പറ്റും. കംപ്ലീറ്റ് സ്ലോപ്പ്ഡ് റൂഫാണ്. ഈ ഒരു പലപ്പോഴും നമ്മൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഈ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാതെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ നമ്മൾ സെലക്ട് ചെയ്താൽ അത് വീടിൻ്റെ പല ഭാഗങ്ങളിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിലൊരു പ്രത്യേക കോംബോ ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ഡിസൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയും കൂടിയാണത്. അപ്പോൾ ഇതിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ലോപ്പ്ഡ് എലിവേഷനാണ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ പോർഷൻ മാത്രമാണ് ഫ്ലാറ്റ് ചെയ്തിട്ടുള്ളത്. വിൻഡോയിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. ഇവർ 2 ലിവിങ് സ്പേസ്, അതായത് ഒരു ഫാമിലി ലിവിങ് സ്പേസും ഒരു ഫോർമൽ ലിവിങ് സ്പേസും ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ഫാമിലി ലിവിങ് സ്പേസാണ്. അവിടെയാണ് ഒരു വ്യത്യസ്തമായ വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഫിക്സ്ഡ് ഗ്ലാസ് ആണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ എന്താണുള്ളത്, ഓപ്പണബിൾ ആണ്. തേക്കിൻ്റെ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോർമൽ സിറ്റൗട്ടാണ്. ഇവിടെ ഇതിൻ്റെ പില്ലറിൽ അവർ ചെറിയൊരു വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. നോർമലി കോൺക്രീറ്റിൻ്റെ പില്ലർ ചെയ്തതിന് ശേഷം പിന്നീട് എന്തിന് ഒരു സ്ലോപ്പായിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ട് ഡിസൈനിനെ ക്യൂട്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു തൂണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റൗട്ട് ഏകദേശം ഒരു 4.5 മീറ്റർ ലെങ്ത്തും ഒരു 1.60 വിടുത്തിലാണ് സിറ്റൗട്ടുള്ളത്. ഒരു ഗ്ലോസി ഫിനിഷ് വരുന്ന, ഒരു ലെപ്പോത്ര ഫീൽ വരുന്ന ഒരു ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കോർട്ട്യാർഡ് ഉണ്ട്. അങ്ങോട്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പർഗോള കൊടുത്തിട്ടുണ്ട്. പർഗോളയിൽ നമുക്ക് പാനൽ ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട് ഫിക്സ്ഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോർട്ട്യാർഡിൻ്റെ ഫീൽ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ഡോർ 2.10 തന്നെയാണ് ഹൈറ്റ് ഉള്ളത്. ഫുള്ള് നോർമൽ മെയിൻ ഡോറാണ്. അതിൽ എന്തുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു ഓപ്പണബിൾ ഗ്ലാസ് തന്നെയാണ്, പക്ഷേ ചെറിയ ഫിക്സ്ഡ് രൂപത്തിൽ ഫീൽ വരുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ഡോർ ഒരു ഹാഫ് ആൻഡ് ഹാഫ് പോർഷനിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ തുറന്ന് നേരെ വരുന്നത് വിശാലമായ ഒരു ലിവിങ് സ്പേസിലോട്ടാണ്. ഈ ലിവിങ് സ്പേസ് ഇവിടെ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നല്ല സ്പേസസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിലൊക്കെ ഡോറ് കൊടുക്കുമ്പോൾ ഏകദേശം 4x4 എന്ന സൈസിൽ ലിവിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേന് നല്ലൊരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. സോഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൽ ഷേപ്പിൽ ഒരു യെല്ലോ കളർ സോഫയാണ് ഇട്ടിട്ടുള്ളത്. സീലിംഗ് ആണെങ്കിൽ കംപ്ലീറ്റ് ജിപ്സം സീലിംഗ് ആണ്. കുറച്ചൊരു ഗാംഭീര്യം തോന്നുന്ന രൂപത്തിലുള്ള വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റുകളും പാനൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ലിവിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ LCD യൂണിറ്റാണ്. ഇവിടെ നമുക്ക് ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പ്ലെയിൻ മൈക്ക് തന്നെയാണ്. കാണുമ്പോൾ നമുക്ക് എന്തുണ്ട് ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊരു ഫീലുണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു റീഫർ വർക്ക് പോലെ ഒരു ഡിസൈനും കൂടിയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ LCD യൂണിറ്റ് ആകുമ്പോൾ സ്റ്റോറേജ് വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഇത് ശരിക്കും MDFിൽ ലാമിനേറ്റഡ് MDF ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ വരുന്ന ഷീറ്റാണ്. നമുക്ക് എക്സ്പെൻസ് കുറക്കാൻ പറ്റിയ കീബോർഡിൻ്റെ ഒരു ഷീറ്റാണ് അവർ ടോട്ടലി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മൈക്കാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഒരു സ്റ്റോറേജ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ലിവിങ്ങിനെ കുറിച്ച് ടോട്ടലി പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പോർച്ചിൻ്റെ ബാക്കിലാണ് കിച്ചൺ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടീഷനായിട്ട് നല്ലൊരു പാർട്ടീഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീബോർഡിൻ്റെ ഷീറ്റിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ യൂസ് ചെയ്ത അതേ ഒരു മൈക്ക ഈ ഒരു ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു പർഗോള ഡിസൈനാണ്. അങ്ങോട്ട് കാഴ്ച കട്ടാകുന്ന രൂപത്തിലുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൻ്റെ ഡോറ് കയറി വരുമ്പോൾ തന്നെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ എത്തുന്നത് ഒരു ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇപ്പോൾ കിച്ചൺ ഉള്ളത്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണ് പോകുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ടൈല് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിന് ഗ്രാനൈറ്റിൻ്റെ ടോപ്പ്, ഒരു സ്റ്റോറേജ് ഏരിയ എല്ലാം ഉണ്ട്. നല്ല വൃത്തിയായിട്ട് നല്ല സ്പേസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് നേരിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രി വരുന്നത്. കിച്ചൺ ഒരു ഗ്രീൻ കിച്ചണാണ്. പൊതുവെ ആരും അപ്ലൈ ചെയ്യാത്ത എന്നാൽ നല്ല വൃത്തിയുള്ള ഒരു കളറാണ് ഈ ഒരു ഗ്രീൻ കളറ്. അതിന് മാച്ചാകുന്ന രൂപത്തിലുള്ള ഗ്രാനൈറ്റും വാൾട്ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടുള്ള കിച്ചണാണ്. അതങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്ത് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു 4 പേർക്ക് സിമ്പിളായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ബാർ ചെയർ എടുക്കാൻ പറ്റിയ സ്പേസാണ്. ഇവിടെയും ചെറിയ സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു C ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് സിങ്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്താണ് ഈ ഇലക്ട്രിക്കൽ ചിമ്മിനും സ്റ്റൗവും ഉള്ളത്. ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ട്രയാങ്കിളൊക്കെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു കിച്ചണാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതിൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ ശരിക്ക് എന്താണോ നമുക്ക് വർക്ക് ഏരിയയിൽ യൂസ് ചെയ്യാൻ വേണ്ടത് ആ ഒരു കറക്റ്റ് സ്പേസേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ സിങ്ക് ഉണ്ട്. ഇനി ഒരു ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള പോയിൻറ്റ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ്. നേരത്തെ പറഞ്ഞ ഗ്രീനിൽ നിന്ന് മാറിയിട്ട് ഒരു ആഷ് കളർ വരുന്ന അല്ലെങ്കിൽ ക്രീം കളർ വരുന്ന മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ 2 ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോകാം. അപ്പോൾ ഇവിടുന്ന് ഈ ഹാളിൽ നിന്നും പിന്നീട് അവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തു. ഈ ഫാമിലി ലിവിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്താണ് അവരെന്ത് ചെയ്തിട്ട് പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെ പൂജാ റൂം സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്തുണ്ട് ഒരു ചെറിയ സോഫയും. ഇവിടെ അവർ നല്ലൊരു കോർട്ട്യാർഡാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഫുള്ളായിട്ടില്ല. ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാസ് മാത്രം വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരു ലൈറ്റുകൾ ഹാങ്ങിങ് ലൈറ്റുകളും സീലിംഗ് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു 4 പാർട്ടായിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈനാണ്. കംപ്ലീറ്റ് ജിപ്സമാണ് സീലിംഗിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഇതാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ നമ്മുടെ കിഷോറേട്ടനും ടീമും ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണാം. ഇവരുടെ ഫാമിലി ഫോട്ടോ ഉണ്ട്. 2 മക്കളാണ്, വൈഫുണ്ട്. അപ്പോൾ ഇവരുടെ വീടാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിലാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ നല്ല സൈസിലുള്ള ഒരു വാർഡ്രോബ് ഉണ്ട്. അതുപോലെ തന്നെ കട്ടിലൊക്കെ നമുക്കറിയാം, നമ്മൾ ഒരു പ്ലൈവുഡ് വെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആവും. ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു കട്ടിലാണ് ചെയ്തിട്ടുള്ളത്.
അവിടെ ഒരു സ്റ്റഡി ടേബിളും ഒരു വലിയ വിൻഡോയും ഇവിടെ ഒരു 2 കള്ളി ജനലും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വീണ്ടും ഒരു വാർഡ്രോബും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബെഡ്റൂം കൂടിയാണ് ഉള്ളത്. പക്ഷേ ആ ബെഡ്റൂമിൽ ഇവരുടെ യൂസ് ചെയ്യുന്ന ബെഡ്റൂം ആയതുകൊണ്ട് നമ്മളത് തൽക്കാലം വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് ഈ ഒരു ഭാഗത്താണ്, അത് പൊസിഷൻ മാത്രം കാണിക്കുകയാണ്. ഇതാണ് ബെഡ്റൂം. സ്റ്റെയർ കയറി വരുന്ന ഭാഗത്താണ് ആ ബെഡ്റൂമുള്ളത്. സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റീലാണ്, ഗ്ലാസിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വാള് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് രാത്രി കാലങ്ങളിൽ നല്ല ഉപയോഗപ്പെടുന്ന ഒരു ലൈറ്റാണ്. നമുക്ക് നമ്മൾ സ്റ്റെയറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൻ്റെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഈ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂം ഉണ്ട്. നമ്മൾ സ്റ്റെയർ C ഷേപ്പിലുള്ള ഒരു സ്റ്റെയറാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്റ്റെപ്പുകൾ കൂടുതലാണ്. നമുക്കതിൻ്റെ ആ ഭാഗത്ത് കുറേ സ്റ്റെപ്പുകളുണ്ട്, ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗത്തുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ റൈസ് കറക്റ്റ് 15 സെൻറ്റിമീറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് മാത്രമല്ല വീടിൻ്റെ ഹൈറ്റ് നമ്മൾ ഒരു 360 വരെ കൊടുത്തിട്ടുണ്ട്. 360, സാധാരണ നമ്മൾ 330 ഉണ്ടാവുള്ളൂ. ഇത് സ്ലാബിൻ്റെ ടോപ്പൊക്കെ 360 ഉണ്ട്. അപ്പോൾ സ്റ്റെയർ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്റ്റീലും ഗ്ലാസ്സുമാണ് ഉപയോഗിച്ചിട്ടുള്ള നല്ല വൃത്തികരണം ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഭാഗത്ത് വെളിച്ചം വരാൻ വേണ്ടി വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിക്ചറുകൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റെയർ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു ഫോർമൽ ലിവിങ് സ്പേസിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ അടിയിലുള്ള ആ ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ലിവിങ്ങിൻ്റെ പാസേജ്, ആ ഏരിയ ഒക്കെ ഇവിടെ നിന്ന് ലിവിങ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു L ഷേപ്പ് സോഫ കൊടുത്തിട്ടുണ്ട്. ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടുന്നത്. തൊട്ടടുത്ത് തന്നെ നല്ലൊരു സ്റ്റൈലായിട്ടുള്ളൊരു വീടുണ്ട്. വർക്കുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. 2 വീടുകൾ അവിടെ വർക്ക് തീർന്നതുണ്ട്. അപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമാണ്. ആ ബെഡ്റൂം നമ്മൾ കൂടുതലൊന്നും കാണിക്കണില്ല. കാരണം എന്താ വെച്ചാൽ കൂടുതൽ അവിടെ ആളുകൾ കുറവായതുകൊണ്ട് തന്നെ അത്ര ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്പേസ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് കളറ് മാറ്റി അടിച്ചിട്ടുണ്ട്. ഒക്കെ ജിപ്സം സീലിങ്ങും ഇവിടെ ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പാർട്ടീഷൻ, ഇവിടെ ഈ ഭാവിയിൽ ഒരു LCD യൂണിറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചാർക്കോളിൻ്റെ പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനുള്ള സെറ്റപ്പും വയറിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പാർട്ടീഷനുണ്ട്. നേരത്തെ പറഞ്ഞ കിച്ചണിൻ്റെ മുകളിലാണ് വേറൊരു ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. സിമ്പിളായിട്ട് കൂടുതൽ ഇൻറ്റീരിയറൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ ഒരു കാലിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ടോട്ടലായിട്ടുള്ള കാഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇനി നമുക്ക് വീടിൻ്റെ ക്ലയൻസിനോട് തന്നെ അവർ വീട് ഉണ്ടാക്കിയപ്പോഴുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് നമുക്ക് അവരുടെ ഒരു ഇൻ്റർവ്യൂ പാർട്ട് കൂടി കാണാം. അപ്പോൾ ചേട്ടാ, നമ്മൾ വീടൊക്കെ മൊത്തം നടന്ന് കണ്ടു. അടിപൊളി വീടാണ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ വീടിൻ്റെ ജേണി, എന്നാ തുടങ്ങിയത്, ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയതൊക്കെ? വീട് ആക്ച്വലി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, റമീസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ പുള്ളി ജസ്റ്റ് ഒരു വീട് പണിതായിരുന്നു. ഞങ്ങളത് പോയി കണ്ടപ്പം പുള്ളി എന്നോട് പറഞ്ഞു, നമ്മുടെ ഒരു ഫ്രണ്ടല്ല, പുള്ളിയുടെ ആക്ച്വലി റിലേറ്റീവാണ് മുഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞ ആർക്കിടെക്ട്, കാക്കനാടുള്ളതാണ്. അങ്ങനെ പിന്നെ ഖലീൽ എന്ന് പറഞ്ഞ പുള്ളിയും ഇലക്ട്രിക്കൽ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുകൂടെ നമ്മുടെ സൈറ്റിൽ വന്നിട്ട് ഇവിടെ വെച്ച് അങ്ങനെയാണ് വീടിൻ്റെ ഡിസൈൻ്റെ ഒരു തുടക്കം. അവർ വന്ന് ഇവിടെ അളവൊക്കെ എടുത്തതിന് ശേഷം പ്ലാൻ തന്നു. പ്ലാൻ തന്നപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരുന്നോ? ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതിന്റെ 3D ഡിസൈൻ തന്നു. 3D ഡിസൈൻ തന്നു. പിന്നെ അവർ തന്നെ അജ്മൽ എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് കഴിഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു എല്ലാവരും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. പ്ലാൻ വയ്ക്കുന്ന ആളും ആർക്കിടെക്റ്റും സിവിൽ എഞ്ചിനീയറും ഒക്കെ അവരുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അവർ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് തന്നു, അത് കംപ്ലീറ്റ് വർക്ക് പിന്നെ നിങ്ങൾ തന്നെ എടുപ്പിക്കുക ചെയ്തതല്ലേ? വർക്ക് നമ്മൾ വേറെ സിവിൽ കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്ന് നമ്മൾ ചെയ്യിക്കുക. ഓക്കെ, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അത്, അല്ലേ? അതാവുമ്പോൾ ബഡ്ജറ്റ് കുറെ കുറക്കാൻ പറ്റും. അതെ അതെ. ഓക്കെ, ഇപ്പോൾ മൊത്തം വീട് പണിയൊക്കെ കഴിഞ്ഞല്ലോ, അതിൽ നിങ്ങൾ ഹാപ്പിയാണോ? എന്താണ്? ഹാപ്പിയാണ്. എവിടെ ഇപ്പോൾ ഈ ഇതിൽ ഒരുപാട് പോർഷൻസ്, ലിവിംഗ് ഉണ്ട്, ഫാമിലി ലിവിംഗ് ഉണ്ട്, കിച്ചൺ ഉണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടം ഇതിൽ? എല്ലാ ഏരിയയും ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും സ്പെഷ്യൽ ഏരിയ ഏതെങ്കിലുണ്ടോ? സ്പെഷ്യലി കയറി വരുന്ന എൻട്രൻസ് ഇഷ്ടമാണ്. കോട്ടയാട് ഇഷ്ടപ്പെട്ടു. അത് ആർക്കിടെക്ട് മുഹമ്മദിന്റെ ഒരു നിർബന്ധം. എക്സ്ട്രീം. ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്,
മുഹമ്മദ് ഹുസൈൻ വളരെ പേഷ്യൻസ് ഉണ്ട്. ഒരുപാട് തവണ നമുക്ക് പ്ലാനിൽ ചേഞ്ചസ് നമ്മളെല്ലാം മനസ്സനുസരിച്ചിട്ട് പുള്ളി അത് ചെയ്തു തരുന്നുണ്ട്. എക്സ്ട്രീം പേഷ്യൻസ് ആഗ്രഹിക്കുന്ന അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ല ഡെഡിക്കേറ്റഡ് ആണ്. നമ്മുടെ മൊബൈലിലെ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ കാണാം എത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ സാറ്റിസ്ഫാക്ഷൻ വരെ അവർ ചെയ്തു പേഷ്യൻസ് ഉണ്ട്. നമ്മളെ പോയിട്ടാണ് നമുക്ക് തന്നെയാണ് ഒരു ഫൈനൽ തീരുമാനം ആവേണ്ടത്. അപ്പോൾ വീട് പണി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇത് കാണുന്നത് വീട് പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഇന്റർവ്യൂ കാണുക. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്? അതായത് ഒരു നല്ല ടീം നമ്മുടെ പുറകിലുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആർക്കിടെക്റ്റായ മുഹമ്മദ് ഉണ്ടായിരുന്നു, പിന്നെ സിവിലായിട്ട് അജ്മൽ ഉണ്ടായിരുന്നു, പിന്നെ ഖലീലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ആണ്. നമ്മൾ ഇവരെ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും റമീസ് വഴിയാണ്. അപ്പം അങ്ങനെ ആ ഒരു ടീമായിട്ട് ആയതുകൊണ്ട് നമുക്ക് അധികം ടെൻഷൻ ഒരിക്കലും നമുക്കൊരു ബർഡൻ വരുന്നില്ല. അവരെന്തിനും എപ്പോഴാണെങ്കിലും നമ്മൾ വിളിച്ചാൽ അജ്മലൊക്കെ ആണെങ്കിലും എപ്പോഴും ഓടി വരുമ്പോഴത്തെ, ഹുസൈൻ ആണെങ്കിൽ തന്നെ, മുഹമ്മദ് ആണെങ്കിൽ തന്നെ എപ്പോഴും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളതാണ്. പറയുന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ് ടീം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം സിമ്പിളായിട്ട് സാധിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ടീമിനെയാണ് നമ്മൾ ടെക്നോ ഫീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെട്ടത്. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വീടിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്ലാനിങ് കോട്ടയം എറണാകുളം ഈ ഭാഗങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവർ വിളിക്കാന്നുള്ളത് അവരുടെ ക്ലൈൻറ്റ് തന്നെ നമ്മുടെ ഓപ്പണായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.